എല്ലാവർക്കും നമസ്കാരം. വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ബദാമാണേ. ഇനി ഞാനിത് 2-3 ഡ്രോപ്പ് നെയ്യാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ബദാമിലോട്ട് ഈ നെയ്യ് എല്ലാം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കിതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കാം. അതിനുശേഷം 2 കപ്പ് എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. കപ്പോ ഗ്ലാസ്സോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു പരന്ന പാത്രം എടുത്തിട്ട് ആ കപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബദാം ഒരു പിന്നിലോട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ നെയ്യ് ഇതിൽ തേച്ചേക്കുന്നത് കൊണ്ട് തന്നെ ബദാം പെട്ടെന്ന് തന്നെ തീ പിടിച്ച് കിട്ടിക്കൊള്ളും കേട്ടോ. ഇങ്ങനെ കത്തിക്കൊള്ളും. ആ കത്തിയ ആ ബദാം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ചിരാതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇതിൻ്റെ കരി അങ്ങ് കറക്റ്റായിട്ട് ആയിക്കോളും. ഇപ്പം ഞാനതൊന്ന് മാറ്റിയിട്ട് ഒരു ഉള്ളിയിലോട്ട് അത് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി പിന്നെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ബദാമും ഇതുപോലെ കത്തിച്ചെടുത്തു. ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പം ഇത് കേട്ടോ, കരി കണ്ടോ, ഈ പാത്രത്തിൽ ഇതുപോലെ നല്ല പ്യുവറായിട്ടുള്ള കരി, അതായത് ഈ ബദാമും നെയ്യും കൂടെയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൺമഷിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്കിത് മുടി കറുപ്പിക്കാനും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുടി കറുപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നെയ്യുടെ സ്ഥാനത്ത് നിങ്ങൾ ബദാം ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ ഇത് ചേർത്താൽ മാത്രം മതി. ആ ഒരു വ്യത്യാസം മാത്രം ചെയ്താൽ മതി. കൺമഷിക്കാണെങ്കിൽ നെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കണ്ടോ, ഒത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കരുത്. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല, ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ മുടിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് കുറേ നേരം നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. വെറുതെ കെമിക്കലുകളൊക്കെ വാങ്ങിയിട്ട് പണി മേടിക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് ഇതുപോലെ നാച്ചുറലായിട്ട് നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അപ്പം ഈ ഗ്ലാസ് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോസ് എല്ലാം വെറും സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ്ട് ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് 2 സൈഡും ഓപ്പോസിറ്റ് സൈഡ് രണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതേണ്ടേ, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മൊബൈൽ ഫോണൊന്ന് വെച്ച് കൊടുത്താൽ നല്ലൊരു സ്റ്റാൻഡായി നമുക്ക്. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ മൊബൈലൊക്കെ കിച്ചണിൽ വെച്ചിട്ടായിരിക്കില്ല കാണുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടായിരിക്കും കാണുന്നത്, അത് മറിഞ്ഞു വീഴും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചോക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ചോക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതാനായിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ. എന്നാലും നിങ്ങൾക്ക് അറിയാത്ത ഇനിയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ചോക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ 3 ചോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മുറിപ്പീസൊക്കെ കിട്ടുന്നതാണെങ്കിലും മതി കേട്ടോ. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് വലിയ ചോക്ക് പീസ് എടുത്തത്. അത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കംഫോർട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, കംഫോർട്ടിന് നല്ലൊരു സുഗന്ധമാണല്ലോ ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് കംഫോർട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഈ കംഫോർട്ട് ചോക്കിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി സമയം ഒന്ന് വെച്ചിരിക്കാം. കാരണം ഈ ചോക്കും കംഫോർട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. നല്ലപോലെ ഇതൊന്ന് അബ്സോർബ് ആകണം ഈ ചോക്കിലേക്ക്. അപ്പോൾ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേനും നല്ലപോലെ അതൊന്ന് ഈ ചോക്കിൻ്റെ ഉള്ളിലേക്കൊന്ന് നല്ലപോലെ ആ സ്മെല്ലൊക്കെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിയും കിട്ടും കേട്ടോ. അപ്പം വെയിലത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാം, അതല്ലെങ്കിൽ ഫാന് ഒന്ന് ഓണാക്കി കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ ഉണങ്ങി എടുത്തതാണ് കേട്ടോ ഇത് കണ്ടോ, ഈ ചോക്ക് പീസസ്.
ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോക്ക് നമ്മുടെ കബോർഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളുടെ ഒക്കെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു സുഗന്ധമായിരിക്കും. ഈ ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ആ കംഫോർട്ടിൻ്റെ നല്ലൊരു സുഗന്ധം കിട്ടും. ഇനി ഈ ചോക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമ്മുടെ കബോർഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യമോ പല്ലി ശല്യമോ ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ കിച്ചണിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പല്ലികളൊക്കെ സാധാരണ ഇറങ്ങി വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മുറിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിശല്യം ഉണ്ടാവത്തില്ല. അതുപോലെ ഈ ചോക്ക് വെച്ചിട്ട് ഉറുമ്പുകളൊക്കെ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ ഇതുപോലെ പല്ലികളൊക്കെ വന്നിരിക്കാറുള്ള വിടവുകളിലൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. പിന്നെ പല്ലിശല്യം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, ബാഗിനകത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി ചെറിയൊരു ചോക്ക് പീസ് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചോക്ക് വെച്ചിട്ടുള്ള ഇത്രയും ടിപ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത പാത്രം നമുക്ക് പെട്ടെന്നൊന്ന് തുറക്കണമെങ്കിൽ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെ ഐസായിട്ടിട്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് പെട്ടെന്ന് ഓപ്പണായി കിട്ടത്തില്ല. അപ്പോൾ വളരെ പെട്ടെന്നൊന്ന് തുറക്കണമെങ്കിൽ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സാധാ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലൊന്നിങ്ങനെ ഈ പാത്രം ഒന്ന് മുക്കി അപ്പം തന്നെ എടുക്കുക കേട്ടോ. ഇതിനകത്തോട്ട് വെള്ളം കയറുമെന്നൊന്നും പേടിക്കണ്ട. ഇങ്ങനെ പെട്ടെന്നൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുണ്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്കത് ഓപ്പണായിട്ട് കിട്ടുന്നുണ്ട്. ഇതിനകത്തോട്ട് വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇത് കണ്ടോ, ഒരു തുള്ളി പോലും വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ വെള്ളം കയറുമെന്ന് പേടിക്കണ്ട. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പാണ്. മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. നല്ല അഴകോടും ആരോഗ്യത്തോടും മുടി വളരാനും നല്ല തിക്കായിട്ട് മുടി ഇരിക്കാനുമുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ തൊടിയിൽ ധാരാളമായിട്ട് കാണുന്ന ചെമ്പരത്തി തന്നെയാണ്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് പാടത്താളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പാടത്താളി അറിയാലോ എല്ലാവർക്കും. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെയുള്ളൊരു സംഭവമാണ് പാടത്താളി. അപ്പോൾ ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഏറെ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഞാനിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് കഴുകി ഇതിനകത്ത് നല്ല മൂത്ത ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് തളിർത്ത ഇലയും പൂവും എല്ലാം കൂടെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉലുവ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനെ നമുക്ക് ന്യൂ ജനറേഷൻ താളി എന്ന് വേണമെങ്കിൽ പറയാം. താളിയൊക്കെ തലയിൽ ഇടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മടിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അത് അരയ്ക്കാൻ പോകണം, പിന്നെ അത് തലയിൽ താളി ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു മടിയാണ്. എല്ലാവരും പിന്നെ പെട്ടെന്ന് ഷാമ്പുവിൻ്റെ പുറകെ അങ്ങ് പോകും. എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾ, അതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഈ ഇലയും പൂവും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉലുവായും കൂടെ ചേർത്ത് നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം എന്തുകൊണ്ടോ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു താളിയാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഏറെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഏറെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാനിതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അത് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഞാനത് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു കോട്ടൺ തുണിയിലൂടെ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പിശുടൊന്നും വേണ്ട. അതുകൊണ്ടാണിത് അരിച്ചെടുക്കുന്നത്. കാരണം ആ പിശുടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലൊക്കെ പിന്നെ ചെറിയ ചെറിയ തരികളായിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞൊന്ന് എടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും താളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ളത് മാത്രം എടുത്താൽ മതി. ഇത് നമ്മുടെ മുടിയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. മുടി ഇഴകളിൽ നന്നായിട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചേക്കാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ താരനൊക്കെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ പോകും. എപ്പോഴും നമ്മൾ കെമിക്കലുകളൊക്കെ അടങ്ങി ഈ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടിയുടെ കാര്യത്തിൽ പിന്നെ വലിയ ഗ്യാരണ്ടി ഒന്നും പറയാനായിട്ടില്ല. കാരണം മുടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ശരി നമ്മൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പേടിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ മുടിയിലൊക്കെ ആകുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിപ്പം ഞാൻ കണ്ടോ അതൊന്ന് കഴുകി ഉണക്കിയെടുത്ത മുടിയാണ്. നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ച ആ മുടി കണ്ടില്ലേ, അത് സ്കൂളിലൊക്കെ പോയ കുട്ടിയായതുകൊണ്ട് തന്നെ മുടി രണ്ടായിട്ടൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞൊക്കെ അങ്ങനെ ചുരുണ്ട് കിടന്ന മുടിയാണ് ഇത്. അപ്പം നമ്മൾ ഈ താളിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല
തിക്കായിട്ട്, അതായത് ഒരുപാട് മുടി തിക്കായിട്ടുള്ളതുപോലെ തോന്നിക്കും നമ്മൾ ഇതുപോലെ ഈ താളി ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് മുടി ഉള്ളവരാണെങ്കിലും ഈ ഒരു താളി ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് മുടി ഉള്ളതായിട്ട് തോന്നിക്കും. പിന്നെ നല്ല തിളക്കമായിരിക്കും മുടിക്ക്. അപ്പം ഇതിപ്പോൾ എൻ്റെ മോൾക്ക് ഒത്തിരി ഉള്ളൊന്നും ഉള്ളതല്ല, പക്ഷേങ്കിൽ നമ്മൾ ഈ താളിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ നിങ്ങൾ മുടി കിടക്കുന്നുണ്ടോ, നല്ല തിക്കായിട്ടാണ് മുടി കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയങ്ങളിൽ തലേദിവസമൊക്കെ ഈ ഒരു താളി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മുടിക്ക് തീരെ ഉള്ളു കുറവുള്ളവരൊക്കെ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.